ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ആയിട്ട് രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. കാരണം കുറേ നാളായിട്ട് എൻ്റെ ഈ ഒരു ആശുപത്രി കേസ് കാരണം വീട് പണിയൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ പണിയാട്ടോ. അപ്പോൾ അത് കുറേ നാളായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ തലേദിവസം ഓൾറെഡി ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ ഞാനൊന്നും ഉണ്ടാക്കാതെ നേരെ അതുമായിട്ട് ഇങ്ങ് പോരുമായിരുന്നു. ഇവിടെ വന്നിട്ട് അതൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കള്ളപ്പത്തിന് ആയിരുന്നു കേട്ടോ. കള്ളപ്പം ചുടുന്നുണ്ട്. കൂടെ കുമ്പളപ്പം ചേട്ടൻ്റെ അമ്മ തന്നു വിട്ടാണ്. അപ്പോൾ അതുമൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ അവിടെ അപ്പമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു കട്ടൻ കാപ്പി അമ്മ തന്നിട്ടുണ്ട്. ഞാൻ ആ കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. മക്കളാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് നടന്നോളും. അമ്മയ്ക്കാണെങ്കിൽ ഒരു കല്യാണമുണ്ട്. അമ്മ അതിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് തപ്പുകയും പോകാനൊക്കെ റെഡിയായി. അമ്മ അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ അപ്പോഴത്തേനും ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി, പിന്നെ കുറച്ച് കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അവർക്ക് ഫുഡെല്ലാം കൊടുത്തു. അവർ പണിയാനായിട്ട് പോയിട്ടുണ്ട്. ചേട്ടൻ്റെ അനിയനും ഉണ്ട്. പിന്നെ എൻ്റെ അനിയന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഞാൻ മക്കളെ ഏൽപ്പിച്ചിട്ട് ചിക്കൻ കറി റെഡിയാക്കുകയാണ്. കാരണം അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടി എൻ്റെ കയ്യിലായി. അങ്ങനെ പെട്ടെന്ന് കുക്കറെ വെക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. കാരണം ഇടയ്ക്ക് മക്കൾ അലമ്പുന്നുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ചിക്കൻ കറിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു അച്ചിങ്ങ മെഴുക്കുവരട്ടിയും കൂടെ വെച്ച് പപ്പടവും കൂടെ കാച്ചി ഉച്ചക്കത്തെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. അവരാണെങ്കിൽ അപ്പുറത്തെ വീട് പണിയുന്നിടത്തായതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മക്കളും ഞാനും കൂടെ ഇങ്ങനെ തിണ്ണയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വലിയ ചൂടില്ല കേട്ടോ. ചൂട് ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തിണ്ണയിലൊക്കെ ഇരിക്കാൻ പറ്റും. ഇടയ്ക്ക് ചെറിയൊരു മഴമൂടലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നേരത്തെ മഴ പെയ്യുമോ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മുടെ വീട് പണിയുന്നിടത്ത് വരെ പോകണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പം മക്കളെയും കൂട്ടി അവിടം വരെ പോയി വീട് പണിയൊക്കെ ഇടം വരെ ആയി എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണ്ടേ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സത്യത്തിൽ മേടത്തിലൊക്കെ കയറണമെന്ന് വിചാരിച്ച കേട്ടോ. എൻ്റെ ഈ ഒരു ആശുപത്രി കേസ് കൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഇത്രയേ ലാഗായി പോയത്. ഇനി ചിങ്ങത്തിലെങ്കിലും കയറണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ ഇങ്ങനെയാണ്. അതായത് ഇനി വയറിങ്, പ്ലംബിങ്, ടൈല്, കുറേ പരിപാടി നമ്മൾ കിടപ്പുണ്ട്. അതൊക്കെ ഇനി ഓരോന്നായിട്ട് ചെയ്യണം. ഇനി മഴയായി കഴിഞ്ഞാൽ പണിയൊക്കെ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മളിന്ന് കുറേ സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ടായിരുന്നു. ഞാൻ ഉള്ളിലേക്കൊന്നും കയറില്ല. കാരണം അവരവിടെ വയറ് വലിക്കുകയും കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ നല്ലൊരു വരിക്കച്ചക്ക ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചക്കപ്പഴമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയ സമയത്താണ് ഞാൻ ഈ ഒരു ചക്കപ്പഴമൊക്കെ കഴിച്ച്. നല്ല മധുരം ഉണ്ടായിരുന്നു. ചക്കപ്പഴമൊക്കെ കഴിച്ചു. മക്കളാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. ഇപ്പം നല്ല വൈകുന്നേരമായിട്ടുണ്ട്. മഴയൊക്കെ മൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അനിയൻ തിരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ അമ്മ അവന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഫുഡ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അമ്മ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പിന്നെ ഞാൻ ആ സമയം ചായയൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനും കുറച്ച് ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് പുറത്തോടൊക്കെ നടന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.